ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ദ ലേസി ഗേൾസ് ഡയറി. എൻ്റെ ചപ്രത്തല എക്സ്ക്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കട്ടൻ കാപ്പിയും കുടിച്ച് ഞാൻ അകത്തേക്ക് വന്നപ്പോൾ കണ്ടത് ഈ നോട്ടമാണ്. കാണുമ്പോൾ ആളിത്തിരി കുഞ്ഞാണെങ്കിലും 10 വയസ്സുണ്ട് ഗൈസ്. പിന്നെ രാവിലെ ഉണ്ടിയും നല്ല തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയായിരുന്നു. ഉണ്ടി എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല മലയാളീസിൻ്റെ ഇടയിൽ എത്ര ഫെമിലിയർ ആണെന്നാണ്. എഗെയിൻ ഇറ്റ്സ് കൊങ്ങിണി സൈഡ് ഫുഡാണ്, മമ്മിയുടെ സൈഡിലൊക്കെ ഉണ്ടാക്കുന്ന ഫുഡാണ്. ആൻഡ് മറ്റേ തേങ്ങയും മറ്റേ അരിയും ഒക്കെ വെച്ച് ഉണ്ടാക്കുന്ന അരിപ്പൊടി വെച്ച് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അത് കഴിഞ്ഞ് ഞാൻ പാൽച്ചായ കുടിച്ചു കഴിഞ്ഞ് വീണ്ടും മെഗെയിൻ ഉണ്ടി കഴിച്ചു. ആദ്യം കഴിച്ചപ്പോൾ എൻ്റെ വായിൽ വെള്ളം വന്നു കണ്ടില്ല, കൊതി കാരണം വീണ്ടും കഴിച്ചാണ്. ഉച്ചയ്ക്ക് നല്ല മീൻ കറിയും ചോറും പച്ചപ്പയർ തോരനും എനിക്കിഷ്ടമല്ലാത്ത സാധനമാണ്. മീൻ വറുത്തത്, മീൻ മുട്ട വറുത്തത്, നല്ല പത്രടയും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു പിടി പിടിച്ച് ഗൈസ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ആ പത്രട. അതിന് 3-4 ദിവസത്തേക്ക് എൻ്റെ പ്ലേറ്റിൽ കാണും, മൈൻഡ് ആക്കണ്ട. ഓക്കെ, അപ്പം നല്ല ആക്രാന്തത്തോടെ അതും കഴിച്ച് ഉച്ചയ്ക്ക് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിരുന്ന സമയത്താണ് പപ്പ പറഞ്ഞ് എന്നാൽ പുറത്ത് പോയെടുക്കാം ചായ കുടിക്കാമെന്ന്. ഞാൻ ഈ റോഡ് എടുത്ത് എന്താ അറിയുമോ, 2 years ബാക്ക് ഞാൻ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് ഈ ഫ്ലൈ ഓവറിൻ്റെ ഒക്കെ പണി നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. ഇപ്പോൾ അത് അടിപൊളിയായി സെറ്റായി. ആൻഡ് ഒരു ചായയും ഒരു മുട്ട ബജിയായിരുന്നു ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പപ്സിൻ്റെ ടേസ്റ്റിലുള്ള മുട്ട ബജി കഴിക്കുന്നത്. പപ്പയാണ് കേട്ടോ അത് ഫോണിലുള്ളപ്പോൾ ഞാൻ അറിയാണ്ട് എടുത്തതാണ്. പിന്നെ മമ്മിക്കും റയോണും അതായത് എൻ്റെ അനിയനുള്ള പാർസലും വാങ്ങി തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ മമ്മി വീടൊക്കെ പുകച്ച് വെച്ചേക്കുന്നത് ഇനി പുകച്ച് പുറത്തേ അടിക്കാനാണോ എന്നറിയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു.